പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ 3ാം ക്ലാസ് തദ്രീബു തിലാവ ഖുർആൻ ഹിഫ്ള് പരീക്ഷ ഏത് രൂപത്തിലാണ് ഉണ്ടാവുക, ഏതൊക്കെ സൂറത്തുകളാണ് ഖുർആനിനിക്ക് പഠിക്കേണ്ടത്, മനഃപ്പാഠമാക്കാനുള്ള സൂറത്തുകൾ ഏതൊക്കെയാണ്, നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്റുകൾ വല്ലതും പഠിക്കേണ്ടതുണ്ടോ, ദുആകൾ വല്ലതും ചോദിക്കുമോ, എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആദ്യം പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് മോഡൽ ചോദ്യപേപ്പർ ഒന്ന് വായിക്കുകയാണ്. കഴിഞ്ഞ അരക്കൊല്ല പരീക്ഷയും അതുപോലെ തന്നെ പാദവാർഷിക പരീക്ഷയ്ക്കൊക്കെ തദ്രീബു തിലാവയുടെ മോഡൽ ചോദ്യങ്ങളുടെ പരീക്ഷയുടെ രൂപമൊക്കെ കൃത്യമായി നമ്മൾ പഠിച്ചതാണ്. ഖുർആൻ പരീക്ഷ പോലെയല്ല, ഓരോ കുട്ടികൾക്കും ഓരോ പേപ്പർ ഉണ്ടാകും. ആ പേപ്പറിൽ തദ്രീബു തിലാവ പാഠഭാഗത്തിൽ നിന്ന് കുറഞ്ഞ ചോദ്യങ്ങളുണ്ടാവും. ഏകദേശം ഒരു 20-25 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. അതുപോലെ തന്നെ ഒരു 30 മാർക്കോളം ഖുർആൻ പരീക്ഷയ്ക്കും, തദ്രീബു തിലാവ എഴുത്തും പിന്നെ ഖുർആനും 50 മാർക്ക്, ഹിഫ്ളിൻ്റെ 50 മാർക്ക്, അങ്ങനെ 100 മാർക്കാണ് ഈ രണ്ട് പരീക്ഷകൾക്കായിട്ട് നൽകുന്നത്. അപ്പോൾ ഇതിൽ 100 മാർക്ക് നമുക്ക് വാങ്ങാൻ കഴിയണം. അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഖുർആൻ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ നമ്മളെക്കൊണ്ട് എവിടുന്നാണ് ഓതിപ്പിക്കുക? ശവ്വാൽ മാസം മദ്രസ തുടങ്ങിയത് മുതൽ മുൽക്ക് സൂറത്തിലാണ് നമ്മൾ ആരംഭിച്ചത്. ആ സൂറത്ത് മുതൽ സൂറത്തു ജാസിയയായിരിക്കും നിങ്ങൾക്ക് അവസാനം എടുത്തിട്ടുണ്ടാവുക. ഈ ജാസിയ വരെയുള്ള സൂറത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സൂറത്ത്, അത് സമസ്ത ഇഷ്ടമുള്ളത് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അത് ഏതാണെന്ന് നാളെയാണ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഏതായാലും കൃത്യമായി ഓതിക്കൊടുക്കാൻ പാകത്തിന് നമ്മളെല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടുള്ള ഓത്ത് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അപ്പോൾ ഏതാണെന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാം, സൂറത്ത് മുസ്സമ്മിലിൽ നിന്ന് അവസാനത്തെ ആയത്താണ് ഓതാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നത്. കൂടുതലായിട്ടും ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, കൂടുതൽ പരീക്ഷയ്ക്കും നമുക്ക് ഈ പറഞ്ഞ മുൽക്ക് മുതൽ ജാസിയ വരെയുള്ള സൂറത്തുകളിൽ നിന്നെടുത്ത് സൂറത്തിൻ്റെ തുടക്കത്തിൽ നിന്നായിരിക്കും അധികവും ചോദിക്കുക. അപ്പോൾ ആ ഒരു ഭാഗം എല്ലാവരും നല്ലോണം നോട്ട് ചെയ്യുക. ആ തുടക്ക പേജ് വളരെ എളുപ്പത്തിൽ ഓതാൻ പറ്റുന്ന പാകത്തിന് നമ്മൾ പഠിച്ചു വെക്കുക. ഏറെക്കുറെ നമുക്ക് അവിടെ നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ ഓതി കൊടുക്കുമ്പോൾ നമുക്ക് മാർക്ക് നൽകുന്നതിൻ്റെ മാനദണ്ഡം എന്തൊക്കെയാണ്? അത് കൃത്യമായി ആ പേപ്പറിൽ ഉണ്ടാകും. ഉദാഹരണത്തിന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് മാർക്ക് മാനദണ്ഡം. അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണം നടത്തുകയാണെങ്കിൽ അതിന് നിർദ്ദേശിച്ച മാർക്ക് 14 ആണെങ്കിൽ 14, 10 ആണെങ്കിൽ 10, എത്രയാണോ നിർദ്ദേശിച്ചത് അത് നമുക്ക് കിട്ടും. അതെങ്ങനെയാണ് ഈ അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണം? ഉസ്താദ് ക്ലാസ്സിൽ ഓതിത്തരുന്ന അതേ രൂപത്തിൽ ഹൽക്കിൻ്റെ തൊണ്ടയുടെ അക്ഷരങ്ങളും അതുപോലെ തന്നെ എഫാവും മറ്റു നിയമങ്ങളൊക്കെ തദ്രീബു തിലാവയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അക്ഷരശുദ്ധിയോട് കൂടെ നമ്മൾ വളരെ കൃത്യമായി, നല്ല സ്പീഡിലുമല്ല എന്നാൽ പറ്റനെങ്ങനെ നിർത്തി അങ്ങനെയുമല്ല, അപ്പോൾ അതല്ലാത്ത ഒരു നല്ലൊരു രൂപത്തിൽ ഓതിക്കൊടുക്കുമ്പോൾ അതിന് നിർദ്ദേശ മാർക്ക് നമുക്ക് ലഭിക്കും. അതിൻ്റെ താഴെ 2-3 ചോദ്യങ്ങളുണ്ടാകും. ചിലപ്പോൾ പാരായണത്തിലെ ഇഖ്ഫ ഈ ചോദ്യം ഉണ്ടായിരിക്കും. ഉച്ചാരണം ശ്രദ്ധിക്കുന്നതിന് അതിനെ പരിഗണിച്ചിട്ട് 4 മാർക്ക് നമുക്ക് ലഭിച്ചേക്കാം. ഇനി മറ്റേതെങ്കിലും നമ്മൾ പഠിച്ച ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കി 4 മാർക്ക്, അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചതാണ്. സുക്കൂനുള്ള നൂന്, അതുപോലെ തന്നെ തൻവീൻ, ഇതിൻ്റെയൊക്കെ ശേഷം വരുന്ന ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ ഏത് രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചു. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ ഓതുന്നതെങ്കിൽ നമുക്ക് നിർദ്ദേശിച്ച ഖുർആനിൻ്റെ 30 മാർക്കും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. പിന്നെ തദ്രീബു തിലാവയ്ക്ക് ഒരു 20 മാർക്കോ അല്ലെങ്കിൽ 25 മാർക്കോ ഉണ്ടാവുക. അതും കൂടെ വാങ്ങിയാൽ ഖുർആനും തദ്രീബു തിലാവയിൽ നമുക്ക് ഫുൾ മാർക്ക് നേടാം. പിന്നെ ഹിഫ്ൾ ഉണ്ടാകും, അതിൽ 50 മാർക്ക്, അതും മുഴുവൻ മാർക്കും വാങ്ങാൻ കഴിയും. ഇപ്പോൾ ഏത് രൂപത്തിലാണ് ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ വായിക്കുന്നത് തദ്രീബു തിലാവയുടെ എഴുത്ത് ഭാഗത്തെ ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തത് ഹുറൂഫുൽ ഹൽക്കാണ്. ഹൽക്കിൻ്റെ അക്ഷരം, തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. അംസ്, ഹാ അഥവാ കെട്ടുള്ള ഹാ, പിന്നെ ഹാ, ഹാ പുള്ളിയുള്ള ഹാ, പിന്നെ ഐന്, ഓയിന് പുള്ളിയുള്ള ഓയിന്. അപ്പോൾ ഇതാണ് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ, തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം. വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാകും. പിന്നെ ഹുറൂഫുൽ ഇഖ്ഫാ, ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനുള്ള അക്ഷരം. തെൻവീൻ എന്ന് പറഞ്ഞാൽ ഫതഹ ആണെങ്കിൽ 2 ഉണ്ടാവും, കസ്റ ആണെങ്കിൽ 2 ഉണ്ടാവും, ലമ്മാണെങ്കിൽ 2. ഇതാണ് തെൻവീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തെൻവീന് ശേഷം 15 അക്ഷരങ്ങളുണ്ട്.
15 അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ നൂനിനെയും തെൻവീനെയും നമ്മൾ ആ ശേഷമുള്ള അക്ഷരത്തിലെ ലയിപ്പിച്ച് ഉന്നത്ത് നൽകി മണിച്ച് ഓതണം എന്നതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ ഹുറൂഫുൽ ഇഖ്ഫാ ഒരു പാഠത്തിൽ 8 എണ്ണവും മറ്റൊരു പാഠത്തിൽ 7 എണ്ണവും പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 6 എണ്ണം എഴുതി കൊടുത്താൽ മതി. പരീക്ഷയ്ക്ക് നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങളൊക്കെ കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കുക. എന്താണ് ഇഖ്ഫാ എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. മൂന്നാമത്തെ ഒരു ചോദ്യം നോക്കി എഴുതാം എന്നുള്ളതാണ്. വളരെ എളുപ്പമാണ്. ഖൗലൻ സഖീല, ഖിസ്മത്തുൻ ലീസ, റിസ്ഖൻ ലിൽ ഇബാദി, തൊൽഉൻ നളീദ്, ഇങ്ങനെയൊക്കെ വേർഡുകളുണ്ട്. ആ വേർഡുകൾ അതിൻ്റെ അതേ സ്ഥാനത്ത് വൃത്തിയോടുകൂടെ എഴുതണം. അത് എഴുതുന്നത് നമ്മൾ പലപ്പോഴും പാഠത്തിൻ്റെ അവസാനങ്ങളിൽ നിന്നൊക്കെ പഠിച്ചതാണ്. ഓരോ അക്ഷരങ്ങളും ഏത് രൂപത്തിലാണ്, എത്ര താഴ്ചയിൽ, ഏതൊക്കെ അക്ഷരങ്ങളാണ് മേലോട്ട് വരേണ്ടത്, ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ എഴുതുക. വെറുതെ അങ്ങ് എഴുതി കൊടുത്താൽ മാർക്ക് കിട്ടില്ല. ഈ പറഞ്ഞ അക്ഷരങ്ങളൊക്കെ ഉയരേണ്ടത് ഉയർന്നും താവേണ്ടത് താന്നിട്ടൊക്കെയാണ് എഴുതേണ്ടത്. വൃത്തി വളരെ പ്രധാനമാണ്. അതുള്ളതുപോലെ തന്നെ നോക്കി അങ്ങ് എഴുതി കൊടുത്താൽ മതി. അതിന് നിർദ്ദേശ മാർക്കും നമുക്ക് ലഭിക്കും. ഇനി നാലാമത്തത്, താഴെ ഉദാഹരണങ്ങളിൽ നിന്നും അൽ ഇദ്ആമും ബിഉന്നയും ബിലാ ഉന്നയും വേർതിരിക്കുക. എന്താണ് ഇദ്ആമും ബിഉന്ന ബിലാ ഉന്ന? നമ്മൾ പഠിച്ചതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുക്കൂനുള്ള നൂന് അല്ലെങ്കിൽ തെൻവീനുള്ള അക്ഷരം, ഇതിന് ശേഷം നൗമി എന്നുള്ള അക്ഷരം, നൗമി, നൂന് വാവ് യാ മീമ്, അതുപോലെ തന്നെ ലാമ് റാ എന്നീ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ തെൻവീനെയും അതുപോലെ തന്നെ സുക്കൂനുള്ള നൂനിനെയും അതിൻ്റെ അപ്പുറത്തുള്ള ശേഷം വരുന്ന അക്ഷരത്തിൽ ഷദ് ചെയ്ത് ഉന്നത്ത് നൽകണം. ഉന്നത്ത് നൽകുന്നത് നൂന് വാവ് മീമ് യാ എന്നീ അക്ഷരങ്ങൾക്കാണ്. ഉന്നത്ത് നൽകാതിരിക്കുന്നത് ലാമും റാവും വരുമ്പോഴാണ്. അത് നമ്മൾ പുസ്തകം നോക്കി നല്ല രൂപത്തിൽ മനസ്സിലാക്കി വെക്കുക. ഉന്നത്ത് നൽകുക എന്ന് പറഞ്ഞാൽ മണിക്കുക. അപ്പോൾ മണിക്കേണ്ടത് ഏതാണ്? നൗമി എന്നുള്ളതിലെ 4 അക്ഷരങ്ങൾ. മണിക്കാതെ ഓതേണ്ടത് ബിലാ ഉന്ന എങ്ങനെയാണ്? അത് ശ്രദ്ധ ചെയ്യണം, അതിലേക്ക് ലയിപ്പിക്കണം, പക്ഷെ മണിക്കൽ പാടില്ല. അതാണ് ബിലാ ഉന്ന. അത് ലാമു റാവാണ്. അപ്പോൾ കുല അതേതാണ്? അത് ഇദ്ആമും ബിഉന്നയാണ്. നമ്മൾ മണിച്ചല്ലോ. അൻ നൂന് സുക്കൂനുള്ള നൂന് ശേഷം യാ വന്നു. കുല, ആ നൂന് നമ്മൾ യായിലേക്ക് അങ്ങ് ലയിപ്പിച്ചു. അപ്പോൾ അത് ഇദ്ആമും ബിഉന്നയാണ്. ഇനി സായിഖൂ ഷഹീദ്, അതേതാണ്? ഇദ്ആമും ബിഉന്നയാണ്. ഗഫൂറുർ റഹീം, ഗഫൂറുർ റഹീം, അത് മണിച്ചില്ല, അത് ബിലാ ഉന്നയാണ്. ഫമല്ലം, നൂനുണ്ട് പക്ഷെ നമ്മൾ ഫമൻലം എന്ന് പറയുന്നില്ല. ഫമല്ലം, അതേതാണ്? ബിലാ ഉന്നയാണ്, മണിക്കുന്നില്ല. അപ്പോൾ ഈ രൂപത്തിലാണ് അതിനെ വേർതിരിക്കേണ്ടത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഹിഫ്ളിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഏതൊക്കെ സൂറത്തുകൾ മനഃപ്പാഠമാക്കണം എന്നുള്ളത് നോക്കാം. സൂറത്തുൽ ളുഹ, വല്ലുഹ വല്ലൈലിയാണ്. സൂറത്തു ഷറഹ്, അലം നഷ്റഹ് ലക സദറക്. സൂറത്തു തീൻ, വത്തീനി വസ്സൈത്തൂൻ എന്ന സൂറത്ത്. അൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. സൂറത്തു സൽസല, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. പിന്നെ വൽ ആദിയാത്തി ലബ്ഹ എന്നുള്ള ആദിയാത്ത് സൂറത്ത്. അൽ ഖാരിയത്തു മൽ ഖാരിയ എന്ന അൽ ഖാരിയ സൂറത്ത്. അൽഹാഖു മുത്തകാസുർ എന്ന തകാസുർ സൂറത്ത്. വൽ അസുർ എന്ന അസുർ സൂറത്ത്. വൈലുല്ലി കുല്ലി ഹുമസ എന്ന് പറയുന്ന ഹുമസ സൂറത്ത്. ഇതൊക്കെ കാണാതെ പഠിക്കാനുള്ളതാണ്. ഏതാണ് ചോദിക്കുക എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇനി ചോദ്യത്തിലേക്ക് വരാം. 1, സൂറത്തു തീനിൽ നിന്ന് 6-7 ആയത്തുകൾ ഓതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തത് സൂറത്തുൽ ഖദറിൽ നിന്ന് 5 ആയത്തുകൾ. മൂന്നാമത്തത് സൂറത്തു ളുഹയിൽ നിന്ന് 6, 7, 8 ആയത്തുകൾ. അതാണ് അവസാനം എടുത്ത സൂറത്ത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നും ആ അവസാനം എടുത്തതാണ് കൂടുതൽ സാധ്യതയുള്ളത്. ശേഷം നാലാമത്തത് റബ്ബന അഫ്രി മുതൽ മുസ്ലിമീൻ വരെ. അഞ്ചാമത്തത് റബ്ബന ലൊലംന അംഫുസന മുതൽ മിനൽ ഖാസിരീൻ വരെ. നാലാമത്തതും അഞ്ചാമത്തതും നമ്മുടെ തദ്രീബു തിലാവയുടെ പാഠത്തിൻ്റെ അവസാനത്തിൽ വന്ന ദുആകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിക്കാതെ ഒരിക്കലും നമുക്ക് ഹിഫ്ളിൽ 50 മാർക്ക് നേടാൻ കഴിയില്ല. വളരെ ശ്രദ്ധിക്കണം. അവസാന പാഠഭാഗങ്ങളിൽ വന്നത് പ്രത്യേകം നോട്ട് ചെയ്യണം. അതിലേതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. പാഠഭാഗത്തിൽ വന്ന മുഴുവൻ ദുആകളും പഠിച്ചാൽ ഒരു ടെൻഷനും വേണ്ട, മുഴുവൻ മാർക്കും നമുക്ക് ഉറപ്പിക്കാൻ കഴിയും.
മറ്റു ഒരു ദിക്റുകൾ നിസ്കാരത്തിൽ ചെല്ലുന്നതോ മുമ്പ് ക്ലാസ്സിൽ ഫിഖിൽ പഠിച്ചതോ ഒരു ദിക്റുകളും നമ്മൾ പഠിക്കേണ്ടതില്ല. ഈ ദുആകൾ തദ്രീബു തിലാവയുടെ അവസാന ഭാഗത്തിൽ വന്ന ദുആകൾ മാത്രം നല്ലോണം പഠിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല വിജയമുണ്ടാവട്ടെ. കമൻറ്റിൽ ആമീൻ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ വിഷയത്തിലും ഉയർന്ന മാർക്കോടുകൂടെയുള്ള വിജയമുണ്ടാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.